മൈൻഡ് പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 റിച്വൽസ് ആണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സൈലൻസ്. സൈലൻസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലെ ഓരോ ഭാഗങ്ങളിലും ക്ലാരിറ്റി കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. ആക്ച്വലി ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഈ സൈലൻസ് എന്ന് പറയുന്നത്. സൈലൻസിലിരിക്കുന്ന സമയത്ത് നമ്മളുടെ അവെയർനെസ് വളരെയധികം കൂടുന്നുണ്ട്. അതുപോലെ മെന്റൽ ക്ലാരിറ്റി, ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ലൈഫിലെ ക്ലാരിറ്റി വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്നത്. അതുപോലെ ഇമോഷണൽ ഹീലിംഗും സൈലൻസിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ റിച്വൽ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന്. സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഗട്ടാണ്. ഫസ്റ്റ് ബ്രെയിൻ നമ്മളുടെ ബ്രെയിനും, അതേപോലെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് സയന്റിഫിക്കലി നമ്മളുടെ ഗട്ടാണ്. ഗട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് കൊടുക്കുന്ന സമയത്ത് ഗട്ട് വളരെയധികം ക്ലിയർ ആവുക എന്നുള്ളതാണ്. ഫാസ്റ്റിങ്ങിലൂടെ നമ്മളുടെ ഫ്രീ റാഡിക്കൽസ് നമ്മളുടെ ബോഡിയിൽ നിന്ന് കുറയുകയും അത് നമ്മളുടെ തോട്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗട്ട് ക്ലിയർ ആവുന്നതോടു കൂടിയാണ് നമ്മുടെ തോട്ട്സും ക്ലിയർ ആവും. ഗട്ട് ബ്രെയിൻ കണക്ഷൻ എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഫാസ്റ്റിംഗ് നമ്മുടെ തോട്ട്സിനെ പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ ലൈഫിലെ ഫോക്കസ് കൂടുന്നു, അവെയർനെസ് കൂടുന്നു. അതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് സ്പിരിച്വലി നമുക്ക് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാൻ കഴിയുന്നതും ഈ മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെയാണ്. ശരിയായ ഡിസിഷൻസ് എടുക്കാനും മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കാറുണ്ട്. ആങ്സൈറ്റി, സ്ട്രെസ് തുടങ്ങിയ ഇമോഷൻസിൽ നിന്ന് ഏറ്റവും വലിയ ഹൈ ഇമോഷൻസിലായ സന്തോഷത്തിലേക്ക് നമുക്ക് കിടക്കാനും ഈ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത് ഈ 3 റിച്വൽസെ കുറിച്ചാണ്. ഇത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്.